ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഇയറിൽ RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ അതിൽ ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളതല്ലാതെ മറ്റൊരു CMA എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് നമുക്ക് വേണ്ടിയിരുന്നത് BSc ഫിസിക്സിലോ അല്ലെങ്കിൽ BSc കെമിസ്ട്രിയോ ഡിഗ്രി ഉള്ളവർക്കായിരുന്നു ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ RRBJയുടെ 2025 നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ജൂലൈ ഓഗസ്റ്റ് സ്ലോട്ടുകളിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് RRBയുടെ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തവണയും ആ പോസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. അപ്പൊ നമുക്ക് ആ പോസ്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ലാസ്റ്റ് ഇയറിൽ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ വന്ന ഡീറ്റെയിൽസ് ആണിത്. അതിൽ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നായിരുന്നു ആ പോസ്റ്റിന്റെ പേര്. അത് പേ ലെവൽ വരുമ്പോൾ ലെവൽ 6 ആണ് വരുന്നത്. അതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 ആണ്. ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയായിരുന്നു ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ. പക്ഷെ അന്ന് കോവിഡിന്റെ റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 18 മുതൽ 33 വയസ്സ് വരെ ആയിരിക്കും അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CMA പോസ്റ്റിനായിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് BSc ഫിസിക്സോ അല്ലെങ്കിൽ BSc കെമിസ്ട്രിയോ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മാത്രം മതി. അതിന് മിനിമം ഒരു 45% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം BSc ഫിസിക്സുകാർക്കും BSc കെമിസ്ട്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പോസ്റ്റാണ്. നിങ്ങൾക്ക് കരിയറിൽ നല്ല മികച്ച ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ അവസരം ആരും മിസ് ചെയ്യരുത്. അപ്പം ഇതിനെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. BSc ഫിസിക്സുകാർക്കോ BSc കെമിസ്ട്രിക്കാർക്കോ ഇതിനെക്കുറിച്ച് അധികം അറിയില്ല. നമുക്ക് JEയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് എഞ്ചിനീയറിംഗുകാർക്കുള്ളതാണല്ലോ എന്നൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ നോട്ടിഫിക്കേഷനുള്ളിൽ CMA എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ച് നമുക്കിതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് JEയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നമുക്ക് നോട്ടിഫിക്കേഷനുള്ളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ സെലക്ഷൻ പ്രോസസ്സുകൾ. അതിന്റെ ഫസ്റ്റ് വരുന്നത് നമുക്ക് CBT എക്സാം ആണ്. ഫസ്റ്റ് CBT എക്സാം ക്ലിയർ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് ലെവൽ CBT 2 ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ. അങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ 4 സ്റ്റേജിലൂടെ കടന്നുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് CBT 1 ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്, അതിന്റെ മാർക്ക് വെയിറ്റേജ് എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സബ്ജക്റ്റുകൾ പറയുമ്പോൾ നമുക്ക് മാത്സ് വരുന്നുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. അതിൽ മാത്സിന് CBT 1 30 മാർക്കും, അതേപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 മാർക്ക്, അതേപോലെ ജനറൽ അവയർനെസ്സിന് 15 മാർക്ക്, 15 ക്വസ്റ്റ്യൻ 15 മാർക്ക്, ജനറൽ സയൻസിന് 30 മാർക്ക് എന്നിങ്ങനെയാണ് വരുന്നത്. 90 മിനിറ്റ് ആണ് എക്സാം ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ 100 ചോദ്യങ്ങൾ 100 മാർക്കിന്റെ എക്സാം ആണ്. അപ്പൊ നമ്മൾ ഈ CBT 1 ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് CBT 2 എഴുതാനുള്ള യോഗ്യത കിട്ടുകയാണ്. അപ്പം CBT 2 വരുമ്പോൾ നമുക്ക് സബ്ജക്റ്റുകൾ വരുന്നത് ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ടെക്നിക്കൽ എബിലിറ്റീസ് എന്നിങ്ങനെയാണ് സബ്ജക്ട്സ് വരുന്നത്. ജനറൽ അവയർനെസ്സിന് 15 മാർക്കും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് 15, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10 മാർക്ക്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്, ടെക്നിക്കൽ എബിലിറ്റീസിന് 100 മാർക്ക് തന്നെയാണ്. ടോട്ടൽ 150 മാർക്കിന്റെ എക്സാം ആണ് വരുന്നത്. 150 മാർക്കിന്റെ ചോദ്യങ്ങൾ 120 മിനിറ്റിലാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ഈ CBT 2 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധിക്കും. അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ദെൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഈ CMA പോസ്റ്റിന്റെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ, നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ, പിന്നീട് ഡെപ്യൂട്ടി ചീഫ് കെമിക്കൽ മെറ്റലർജിസ്റ്റ് എന്നിങ്ങനെയാണ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറയുന്നത്. BSc ഫിസിക്സുകാർക്കും BSc കെമിസ്ട്രിക്കാർക്കും എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRBJയ്ക്കായിട്ട് CBT 1 CBT 2 കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജും അതേപോലെ ഒരു മെന്റർ സപ്പോർട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളും നിങ്ങൾക്ക് വീക്കിലി ടെസ്റ്റുകളും അതേപോലെ മോക്ക് ടെസ്റ്റുകളും അടങ്ങിയ ഒരു കംപ്ലീറ്റ് ബാച്ച് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ RRBJ ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ കണ്ടന്റ് ബാച്ചിലുണ്ടായിരിക്കും. നമ്മുടെ ഈ RRBJയുടെ കോഴ്സിനോടൊപ്പം തന്നെ നമുക്ക് CMAയുടെ കോഴ്സുകളും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. ലാസ്റ്റ് ഇയർ 2024 RRBJയുടെ CBT 1 റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലെ RRBJയിലെ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു CBT 1 ക്ലിയർ ചെയ്തവര്. അപ്പം നെക്സ്റ്റ് ഇയർ വരുമ്പോൾ അതിൽ നിങ്ങൾക്കും ഒരു പാർട്ട് ആകാം. അപ്പം എല്ലാവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.